ദൈവവചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രത്യേകമായ ഒരു വാത്സല്യം നമ്മളോട് ഉണ്ടായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരോടില്ലാത്ത ഒരു സ്നേഹം നമ്മളോട് കർത്താവിനുണ്ടാവും. ബൈബിളിനെ സ്നേഹിച്ചാൽ ഈശോ നഥാനിയേലിനോട് ഈശോ പറഞ്ഞത് ബർത്തലോമിയാണ്, അപ്പസ്വലന്മാരുടെ കൂട്ടത്തിലെ ബർത്തലോമിയ ആണ് നഥാനിയേൽ. അപ്പൊ യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ യേശു അവനോട് മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ നേരത്തെ കണ്ടതാണ്. എപ്പോൾ? നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ബൈബിളിൽ ദൈവവചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രത്യേകമായ ഒരു വാത്സല്യം നമ്മളോട് ഉണ്ടായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരോടില്ലാത്ത ഒരു സ്നേഹം നമ്മളോട് കർത്താവിനുണ്ടാവും. ബൈബിളിനെ സ്നേഹിച്ചാൽ ഈശോ നഥാനിയേലിനോട് ഈശോ പറഞ്ഞത് ബർത്തലോമിയാണ്, അപ്പസ്വലന്മാരുടെ കൂട്ടത്തിലെ ബർത്തലോമിയ ആണ് നഥാനിയേൽ. അപ്പൊ യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ യേശു അവനോട് മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ നേരത്തെ കണ്ടതാണ്. എപ്പോൾ? നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ബൈബിളിൽ